നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അറിയാം നോളജ് ഉണ്ട് അല്ലേ? അതേപോലെ നമുക്ക് വിസ്ഡം ഉണ്ട്. നോളജ് എന്ന് പറഞ്ഞാൽ എന്താ? അറിവ്. വിസ്ഡം എന്ന് പറഞ്ഞാലോ എന്താ ഡിഫറെൻറ്റ്? തക്കാളി, ടൊമാറ്റോ ഒരു ഫ്രൂട്ടാണെന്ന് ഇപ്പോഴുള്ള ആൾക്കാർ കൈവന്തിക്ക്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വെജിറ്റബിളാണ് അല്ലേ? ശരിക്കും അത് ഫ്രൂട്ടാണ്. ടൊമാറ്റോ ഈസ് എ ഫ്രൂട്ട്. ഇനി ടൊമാറ്റോ ഫ്രൂട്ടാണെന്ന് കരുതിയിട്ടേ നമുക്കത് ഫ്രൂട്ട് സലാഡിൽ ആഡ് ചെയ്യാൻ പറ്റുമോ? ടൊമാറ്റോ ഫ്രൂട്ടാണെന്നുള്ളതാണ് നോളജ്. ടൊമാറ്റോ ഫ്രൂട്ട് സലാഡിൽ ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എന്ത്? വിസ്ഡം. ഡിഫറൻസ് മനസ്സിലായോ? അപ്പോൾ നമുക്ക് വേണ്ടത് നോളജാണോ വിസ്ഡാണോ? കൂടുതൽ പഠിക്കുന്നതാണോ നല്ലത്? കുറച്ച് പഠിച്ചിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതാണോ നല്ലത്? അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്? നോളജ് ഉണ്ടാവണം. നോളജ് ഉണ്ടായാലേ എന്തുണ്ടാവുള്ളൂ? വിസ്ഡം ഉണ്ടാവുള്ളൂ. നമ്മൾ ഏതൊരു കാര്യം കേൾക്കുമ്പോഴും ഏതൊരു കാര്യം പഠിക്കുമ്പോഴും നമ്മൾക്ക് ഉണ്ടാവേണ്ടത് എന്താണ്? ആ പഠിക്കുന്ന കാര്യത്തിൽ നിന്ന് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. എല്ലാം പഠിക്കരുത്. ബ്രൂസ് ലീ പറഞ്ഞ ഒരു കാര്യം ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അബ്സോർബ് വാട്ട് ഈസ് യൂസ്ഫുൾ, റിജക്റ്റ് വാട്ട് ഈസ് യൂസ്ലെസ് ആൻഡ് ആഡ് യുവർ ഓൺ വാല്യൂസ്. എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് ഒരാൾ പറയുന്ന കാര്യം കേൾക്കുന്ന സമയത്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഉപയോഗമുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്യണം അല്ലേ? നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കണം. ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലയോ അതൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ റിജക്റ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക? ആ യൂസ്ഫുള്ളായി കിട്ടിയ കാര്യത്തിൽ നമ്മളുടെ വാല്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുക? ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിൽ നമുക്ക് എന്തുണ്ടായി? വിസ്ഡം ഉണ്ടായി.